ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചുരിദാറിൻ്റെ യോക്ക് പാർട്ടിൽ ഈ ഒരു ഡിസൈൻ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്ന വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തഡാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതിനുവേണ്ടി കണ്ടല്ലോ, ഇതുപോലെ അജ്രാക്കിൻ്റെ കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ക്യാൻവാസും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്തത് നിവർത്തി വെച്ചതിന് ശേഷം നെക്ക് അടയാളപ്പെടുത്തുക. അതുപോലെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് 12 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു ഡിസൈൻ അറ്റാച്ച് ചെയ്യേണ്ടത്. നെക്ക് ലെങ്ത്ത് 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതുപോലെ ഈ ഒരു ഡിസൈൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി 12 ഇഞ്ച് അകലത്തിലാണ് ഈ ഡിസൈൻ അറ്റാച്ച് ചെയ്ത് വരേണ്ടത്. അപ്പം അതും കൂടി അടയാളപ്പെടുത്താം. ഈ ഡിസൈനിൻ്റെ ഇറക്കം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ലെങ്ത്ത് എടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു കസ്റ്റമർ പറഞ്ഞ ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതൊരു പെട്ടിക്കോളമായി വരച്ച് സാധാരണ റൗണ്ടിൽ നെക്ക് വരക്കുന്നത് പോലെ വരച്ചെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ നെക്ക് വരച്ചെടുത്തു. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ 12 ഇഞ്ചിൻ്റെ അവിടേക്ക് നെക്കിൽ നിന്നും എത്ര ഇഞ്ച് ഉണ്ട് എന്ന് അളന്നു നോക്കാം. കണ്ടല്ലോ, നെക്കിൻ്റെ മുകളിലേക്ക് 1 ഇഞ്ച് കയറ്റി വേണം വെക്കാൻ. അപ്പം 7 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി അതുപോലെ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തിയത് 3 ഇഞ്ചാണ്. അപ്പം 1/2 ഇഞ്ച് കുറച്ച് വേണം ഈ ഒരു ഡിസൈനിൻ്റെ അളവ് അടയാളപ്പെടുത്താൻ. അപ്പോൾ 2.5 ഇഞ്ചാണ് ഞാനിവിടെ ഈ ഒരു ഡിസൈൻ വെക്കാൻ വേണ്ടി അടയാളപ്പെടുത്തുന്നത്. നെക്കിൻ്റെ ലെങ്ത്തിൽ നിന്നും 12 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് 6 ഇഞ്ചാണ് കിട്ടിയത്. അതിൻ്റെ പകുതി 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. നെക്കിൻ്റെ താഴേക്ക് 6 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നെക്കിൻ്റെ മുകളിലേക്ക് 1 ഇഞ്ച് കയറ്റി വേണം ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോൾ നെക്കിൻ്റെ മുകളിലേക്ക് വെച്ച 1 ഇഞ്ച് കൂട്ടിയാണ് 7 ഇഞ്ച് അടയാളപ്പെടുത്താൻ. കാണുന്നവർക്ക് നല്ല രീതിയിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചുരിദാറിൻ്റെ ഈ ഒരു ക്ലോത്തിൽ ഇതുപോലെ വരച്ച് കാണിച്ചത്. നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ക്യാൻവാസിലാണ്. അപ്പോൾ ക്യാൻവാസിൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. കണ്ടല്ലോ, നെക്കിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച ഭാഗത്ത് നിന്നും താഴേക്ക് 7 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോൾ 7 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കേണ്ടത്. ഇനി ക്യാൻവാസ് എടുത്ത് 2 ഫോൾഡറായി മടക്കി വെക്കുക. അത് വിഡ്ത്ത് എടുക്കേണ്ടത് ഒരു 4.5 ഇഞ്ച് 5 ഇഞ്ച് വിഡ്ത്തിൽ നമുക്ക് ഈ ഒരു ക്യാൻവാസ് 2 ഫോൾഡറായി മടക്കി വെക്കുക. ചുരിദാറിൻ്റെ ക്ലോത്തിൽ നെക്കിൻ്റെ മുകളിലേക്ക് 1 ഇഞ്ച് ഏറെ ഇട്ടിട്ടായിരുന്നു വരച്ചിരുന്നത്. ക്യാൻവാസിൽ ഞാനിവിടെ 2 ഇഞ്ച് ഏറെ ഇട്ടതിന് ശേഷമാണ് നമ്മുടെ ഡിസൈനിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഡിസൈനിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്തി അതിൻ്റെ പകുതി 3.5 വിഡ്ത്തെടുത്ത് ഷേപ്പ് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മിഡിൽ അടയാളപ്പെടുത്തി ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അതുപോലെ ഏറ്റവും മുകളിൽ 2.5 ഇഞ്ചാണ് നമ്മൾ വിഡ്ത്തെടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കണ്ടല്ലോ, ഏറ്റവും മുകളിൽ 2.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി
ക്ലോത്തിൻ്റെ ചീത്തവശത്ത് വെച്ച് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. കണ്ടില്ല, ചീത്തവശത്ത് ഈ ഒരു ക്യാൻവാസിൻ്റെ പശയുള്ള ഭാഗം താഴേക്ക് വെച്ച് അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്ത് 1/2 ഇഞ്ച് വിഡ്ത്തിൽ ഫുള്ള് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എഡ്ജ് അതിൻ്റെ മുകളിലേക്ക് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. നെക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ ക്യാൻവാസിൽ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുത്തു. 6 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തിലും. ഇനി എങ്ങനെ ഈ ഒരു ഡിസൈന് നെക്കിൽ അറ്റാച്ച് ചെയ്യാമെന്ന് കാണാം. നല്ല ഇതുപോലെ ആ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗം ഇതുപോലെ അടയാളപ്പെടുത്തി ആ ഒരു ഭാഗത്തായിട്ട് വരുന്ന രീതിക്ക് മിഡിൽ രണ്ടും കണക്കാക്കി വെച്ച് നെക്ക് വെക്കുക. ആദ്യം നമുക്ക് നെക്കും ഈ ഒരു യോക്ക് ഡിസൈനും ക്ലോത്തിൽ അയൺ ചെയ്തെടുത്ത് വരാം. കണ്ടല്ലേ, നമ്മൾ അയൺ ചെയ്തെടുത്ത് വന്നു. നെക്ക് ലൈനിങ്ങിലും അതുപോലെ യോക്ക് ഡിസൈന് ആ ഒരു കോട്ടൻ്റെ ക്ലോത്തിലുമാണ് ഇതുപോലെ അയൺ ചെയ്തെടുത്ത് ഒട്ടിച്ചു തന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജ് ക്യാൻവാസിലേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഗോബിനിൽ ബ്ലാക്ക് നൂലിട്ട് ഈ ഒരു ഡിസൈനും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗത്ത് ഒരു കട്ട് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ കട്ട് ചെയ്താൽ നല്ല ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. കണ്ടല്ലോ, ഈ സ്റ്റിച്ചിങ് ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഷേപ്പൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോത്തിൽ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. ഏറെ ഇട്ടിട്ടുള്ള ആ ഒരു ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നെക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. നെക്കിൻ്റെയും യോക്കിൻ്റെയും മിഡിൽ രണ്ടും ഇതുപോലെ നോച്ചിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ ഒരു ലെവൽക്ക് വേണം ഈ ഒരു നെക്ക് യോക്കിൽ അറ്റാച്ച് ചെയ്യാൻ. കണ്ടല്ലേ, ഇതുപോലെയാണ് നെക്ക് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി ടോപ്പിൽ അറ്റാച്ച് ചെയ്യാം. അതിനുവേണ്ടി ഫ്രണ്ട് പാർട്ട് എടുത്ത് അതിൻ്റെ നല്ല വശത്ത് നെക്ക് വെച്ച് അതിൻ്റെ താഴെയായിട്ട് ഈ ഒരു ഡിസൈൻ വെക്കുക. കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ടോപ്പിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് നെക്ക് വെച്ച് നോക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ഡിസൈൻ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. കണ്ടല്ലോ, 6 ഇഞ്ച് അകലത്തിലാണ് നെക്ക് വന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. ഈ ഒരു ഡിസൈന് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. നെക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ഇറക്കം 12-ലാണല്ലോ യോക്ക് വരേണ്ടത്. ആ ഒരു കറക്റ്റാക്കി ഇതുപോലെ കയറ്റി വെക്കുക. കണ്ടല്ലോ, ഇതുപോലെ വെച്ചതിന് ശേഷം കറക്റ്റാക്കി മിഡിൽ കണക്കാക്കി വെച്ചതിന് ശേഷം ഈ ഒരു നെക്ക് എവിടെ നിന്നും എടുക്കുക. എന്നിട്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു യോക്ക് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ അറ്റാച്ച് ചെയ്തു. ഇനി മുകളിൽ നൂല് ബ്ലാക്ക് ഇട്ടതിന് ശേഷം താഴെ വൈറ്റ് തന്നെ നൂലിടുക. എന്നിട്ട് ഈ ഒരു യോക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യുക. എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു.
എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ അതിൻ്റെ എഡ്ജിലൂടെ കറക്റ്റാക്കി പ്രസ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അപ്പം നമ്മുടെ യോക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ അറ്റാച്ച് ചെയ്തു. കണ്ടില്ലേ, ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, യോക്കിൻ്റെ ലെങ്ത്ത് 12 തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു യോക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി സാധാരണ നമ്മൾ ലൈനിങ്ങും നല്ല ക്ലോത്തും ഒപ്പം വെച്ച് കണ്ടല്ലോ, ഇതുപോലെ വെച്ച് നെക്കിൻ്റെ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ നെക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഇതുപോലെയാണ് ഈ ഒരു ഡിസൈൻ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാം ഇതുപോലെ ചെയ്താൽ. നല്ല നെക്ക് ഇതുപോലെ മിഡിൽ കണക്കാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇളകി പോവാതിരിക്കാൻ പിൻ ചെയ്ത് വെക്കുക. ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുക. വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. ബാക്കി വരുന്ന ഈ ബാലൻസ് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് മറിച്ചിടുക. കണ്ടല്ലോ, വളരെ സിമ്പിളാണ് ഈ ഒരു മെത്തേഡ്. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്യുക. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ യോക്ക് ഡിസൈൻ വന്നിട്ടുണ്ട്. ഇനി പ്രസ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ പ്രസ്റ്റിച്ച് കൊടുക്കുക. ഞാനിവിടെ പ്രസ്റ്റിച്ച് കൊടുക്കാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഈ ഒരു എഡ്ജ് ലൈനിങ്ങിലേക്ക് ഇതുപോലെ പിടിച്ച് അറ്റാച്ച് ചെയ്യുക. ലൈനിങ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഈ ഒരു ക്യാൻവാസിൻ്റെ എഡ്ജ് ഇതുപോലെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൈനിങ്ങിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കുക. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ നെക്കും യോക്ക് ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ.